സഹേലിയോം കി ബാരി അല്ലെങ്കിൽ കന്യകമാരുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഒരു ഗാർഡനിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് എത്തിയേക്കുന്ന ഉദയ്പൂരിലെ രണ്ടാമത്തെ ദിവസമാണ്. ഈ സ്ഥലത്തിന് തന്നെ ബാഡി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം വൃന്ദാവനമാണ്. പക്ഷെ ഇതിൻ്റെ കാണുന്ന ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ വാട്ടർ ഫൗണ്ടൈൻ ആക്ച്വലി പ്രവർത്തിക്കുന്ന വാട്ടറിൻ്റെ പ്രഷറിലാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അത് എങ്ങനെയാണെന്ന് അറിയണേൽ ഇവിടെ ഗൈഡിനെ കൂട്ടണമെന്നാണ്. അത് എങ്ങനെയാണെന്ന് അറിയണേൽ അല്ലാതെ പറഞ്ഞു തരാൻ പറ്റുമെന്ന് നമുക്ക് പറയാം. ഈ ഒരു സഹേലിയോം കി ബാരി അല്ലെങ്കിൽ കന്യകമാരുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഒരു ഗാർഡനാണ് നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 4 കുളങ്ങളാണ് ഇവിടെയുള്ളത്. അതിലൊക്കെ റെയിൻ ഫൗണ്ടെയിൻസ്, അതുപോലെയുള്ള മാർബിൾ ആനകൾ. നമുക്കിവിടെ നോക്കിയാൽ ഈ ഒരു പൂളിൻ്റെ നടുക്ക് കാണാൻ പറ്റും ചില്ലിട്ട് വച്ചിരിക്കുന്ന കിയോസ്കുകൾ. പിന്നെ നമ്മൾക്ക് ഈ ഒരു 4 കോണിൽ നിന്ന് കണ്ടില്ലേ, മഴവില്ലിൻ്റെ ആ ഒരു കളറ് വരുന്ന രീതിയിലാണ് റെയിനി ഫൗണ്ടെയിൻസ് ആണ് ഈ ഒരു കുളത്തിൻ്റെ ചുറ്റുമുള്ളത്. ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു സ്ത്രീക്ക് വേണ്ടി ഒരു പുരുഷൻ നിർമ്മിച്ച പ്രകൃതിയുടെ ഒരു സൗന്ദര്യം തന്നെയാണ് ഇത്. ആരാണെന്ന് ചോദിച്ചാൽ 18-ാം നൂറ്റാണ്ടിൽ ഉദയ്പൂരിൻ്റെ മേവാർ രാജാവായിരുന്ന മഹാറാണ സംഗ്രം സിംഗ് തൻ്റെ രാജ്ഞിക്കും അവരുടെ കന്യകമാർക്കും വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രമായിരുന്നു ഈ സഹേലിയോം കി ബാരി എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ പൂള് മാത്രമല്ല ഈ ഗാർഡനിലുള്ളത്, പുൽത്തകിടികളും അതുപോലെയുള്ള മാർബിൾ പവിലിയനുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ. ഇവിടെ ഒരു ചെറിയ മ്യൂസിയം, അങ്ങനെ ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് ഈ ഒരു സഹേലിയോം കി ബാരി എന്ന ഗാർഡനിലേക്ക് എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നതും. വളരെ ശാന്തസുന്ദരമായ മനോഹരമായ ഒരു സ്ഥലമാണിത്. നമ്മൾ പ്രധാന പൂളാണ് ആദ്യം കണ്ടത്. ഇത് രണ്ടാമത്തെ പൂള്. ഇതുപോലെ തന്നെ 4 പൂളുകളുണ്ട്. അതിലൊരു പൂളെന്ന് പറയുന്നത് താമരക്കുളമാണ്. അങ്ങനെ അതിനുള്ളിലൊക്കെയുള്ള ഈ റെയിനി ഫൗണ്ടെയിൻസ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത്. ആ ഒരു റെയിനി ഫൗണ്ടെയിൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ്. അതായത് മഴയത്ത് ആസ്വദിച്ച് നൃത്തം ചെയ്യുന്ന കന്യകമാരോട് ഉപമിച്ചിട്ടാണ് അത്തരത്തിലുള്ള റെയിനി ഫൗണ്ടെയിൻസും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. ഇതൊക്കെ ഒരു ഗാർഡൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് മഹാറാണ രാജാവ് അന്നത്തെ കാലത്ത് ചെയ്തതാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റിയ ഒരു ശാന്തസുന്ദരമായ മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ്. നല്ല റെയിനി ഫൗണ്ടെയിൻസ് ഉള്ളതുകൊണ്ട് എപ്പോഴും നല്ലൊരു തണുത്ത കൂളിംഗ് സിറ്റുവേഷനാണ് ഇവിടെ വരുമ്പോഴെല്ലാം. നമുക്കൊരു നല്ല കൂൾ മൈൻഡും ഒക്കെ ആക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. ഫുൾ ഗ്രീനറിയാണ് ഈ പാർക്കിൻ്റെ സ്പെഷ്യാലിറ്റി. എവിടെ നോക്കിയാലും കാണാൻ പറ്റും ഗ്രീനറി, അതുപോലെ വാട്ടർ ഫൗണ്ടെയിൻ. അതാണ് ഈ ഒരു സ്ഥലത്തെ മെയിൻ സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് തന്നെ ചേട്ടായിക്ക് ഈ സ്ഥലം വലിയ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ചേട്ടായിനോട് കുട്ടം പറഞ്ഞു, അളിയൻ ഫോട്ടോയ്ക്കകത്തൊന്നുമില്ല, എല്ലാം അവളെ കൊണ്ട് എടുപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ക്യാമറ തന്നിട്ട് ഫുൾ അളിയനും സെറ്റായിട്ട് ഇപ്പോൾ ഫുള്ള് ഫോട്ടോ എടുക്കലാണ്. ഇടക്കിടക്ക് അളിയൻ വിളിച്ച് ഓർപ്പിക്കുവാണ്. അതുകൊണ്ട് അളിയൻ എടുക്കണേ എന്നെ അങ്ങോട്ട് പുറത്തള്ളിയിരിക്കുകയാണ്. ഇവിടെ എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മേലെ കയറലെന്നേ ഉള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 4 കുളങ്ങളുള്ളതിലെ ഒന്നിലെ താമരക്കുളമെന്ന് പറഞ്ഞത്. ഇവിടെയും റെയിനി ഫൗണ്ടെയിൻസ് ഉണ്ട്, അതുപോലെ മാർബിൾ ആനകളുണ്ട്. ആനകൾ ഇങ്ങനെ വെള്ളം ചീറ്റുന്നത് കാണാൻ പറ്റുന്നുണ്ട്. താമരപ്പൂ ഒന്നും ഇല്ലെങ്കിലും നിറഞ്ഞു കിടക്കുന്ന താമര ഇലകൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വളരെ മനോഹരമാണ് ഇവിടുന്ന് നോക്കുമ്പം. ഈ ഒരു സ്ഥലമെല്ലാം വളരെ ഒരു കൂളിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. വെയിലത്ത് പോലെ നമുക്കൊരു കൂളിംഗ് ആണ് ഫീൽ ചെയ്യുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഗാർഡനിൽ പ്രധാനമായിട്ട് കാണിക്കാൻ. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, അടുത്ത സ്ഥലത്തേക്ക് പോകാം. കാരണം 2ാമത്തെ ഡേയുടെ ആദ്യത്തെ സ്ഥലമാണിത്. ഇനിയും സ്ഥലങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്.
ഇതാ കണ്ടോ, അടുത്ത സ്ഥലത്തെ ആദ്യ കാഴ്ചയാണ്. 2 ഒട്ടകങ്ങളെയും കൊണ്ട് പോകുന്നു. ഇതാ നമ്മൾ എത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് ശില്പഗ്രാം. ആരവല്ലി പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ഗ്രാമമാണ് ഈ ഒരു ശില്പഗ്രാമം. ഇവിടത്തേക്കാണ് ഇനി നമ്മുടെ അടുത്തത്. അതിനു വേണ്ടി ടിക്കറ്റ് എടുക്കണം. ചേട്ടായി ടിക്കറ്റ് എടുക്കാൻ പോയിട്ടാണുള്ളത്. അതിനുശേഷം നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. नमस्ते। आप शिल्पग्राम जो गांव देखने के लिए पधारे हैं, इसको गवर्नमेंट ऑफ इंडिया ने बनाया है। देखने के लिए यहाँ पे पूरे 4 स्टेट के हाउस हैं, राजस्थान, गुजरात, गोवा एंड महाराष्ट्र। अलग अलग स्टेट के हाट है। इसके अलावा एक टेराकोटा म्यूजियम है और 5-6 परफॉर्मेंस भी है जो भी आपको लाइव देखने को मिलेंगे। इसके अलावा यहाँ पे स्मॉल एग्जीबिशन भी है आर्ट एंड क्राफ्ट का। वो लोग लाइव डेमो भी देते हैं और सेल भी करते हैं। इस शिल्पग्राम का ओपनिंग हुआ था 1989 में। इनोग्रेशन के लिए उस समय राजीव गांधी जी आए थे और इसको बनाने वाले हमारे पास डायरेक्टर में मैं अदिति मेहता, IAS ऑफिसर, उन्होंने बनाया है। ये आता है वेस्ट जोन कल्चर सेंटर में। पूरे भारत में अलग अलग जगह 7 केंद्र बनाए हैं। रियल विलेज यहाँ पे सेटअप किया गया है और हम लोग यहाँ पे लोकल गाइड है। अगर आप शिल्पग्राम विजिट करते हैं तो गाइड लेंगे तो आपको बेटर मज़ा आएगा, क्योंकि यहाँ पे किसी हट में नेचुरल मिट्टी का ब्रिज है, किसी में कांच की झोपड़ी है, किसी में दुनिया का छोटा गणपति बनाने वाले कारीगर हैं। ऐसा सारा है। താങ്ക് യു. ഈ ഒരു ശില്പഗ്രാമിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തന്നതാണ് ആ എൻട്രൻസിൽ നിന്നുള്ള ആ ഒരു ആള്. ഈ ഒരു ശില്പഗ്രാമിനുള്ളിൽ കയറിയപ്പോഴത്തെ ആദ്യ കാഴ്ച എന്ന് പറയുന്നത് കുറച്ച് ഡാൻസേഴ്സ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ നമ്മളെ അവരുടെ അടുത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശില്പഗ്രാമിനുള്ളിൽ 5 തരത്തിലുള്ള ഡാൻസ്, രാജസ്ഥാനിലെ ഡാൻസ് ഫോംസ് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിലെ ഒരു ഫസ്റ്റ് ഡാൻസ് ഫോമാണ് ഇവർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഡാൻസ് ഫോം എന്താണെന്ന് കാണാം. അതുമാത്രമല്ല, ഇത് അവരുടെ ഉപജീവന മാർഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡാൻസ് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം നമ്മളെ കൊണ്ട് ഒരു ചെറിയൊരു തുക അവർക്ക് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ചുമ്മാതെ പറ്റത്തില്ല.